ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആധുനിക തിരുവിതാംകൂറിലെ കുറച്ച് കാര്യങ്ങളാണ്. PSCക്ക് ചോദിക്കുന്ന തിരുവിതാംകൂർ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതിൽ നമ്മൾ പഠിക്കുന്നത് തിരുവിതാംകൂർ ഭരണാധികാരികളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്, രാജാക്കന്മാരെക്കുറിച്ച്. അതായത് 1729 ആണ്ടുള്ള ആരെക്കുറിച്ചാണ്? തിരുവിതാംകൂർ രാജാക്കന്മാരെക്കുറിച്ചാണ് പറയുന്നത്. തുടക്കം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയിലാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ തുടക്കം. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു പോകാം. ആർക്കും നോട്ട് എഴുതാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഇതൊന്ന് കേട്ട് പഠിച്ചാൽ മതി. ഓക്കെ. തിരുവിതാംകൂർ രാജാക്കന്മാർ പൊതുവെ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭ ദാസന്മാർ എന്നാണ്. എന്താണ്? തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭ ദാസൻ എന്ന പേരിലാണ്. അതായത് പത്മനാഭനെല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള ഭരണമായിരുന്നു ആർക്ക്? രാജാക്കന്മാർക്ക് എന്നാണ്. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം പൊതുവിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വഞ്ചീശമംഗളം എന്നാണ്. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം പൊതുവെ അറിയപ്പെടുന്നത് വഞ്ചീശമംഗളം എന്നാണ്. തിരുവിതാംകൂറിൻ്റെ പ്രധാന ആരാധനാമൂർത്തി നമുക്ക് എല്ലാവർക്കും അറിയാം. ആരായിരിക്കും? ശ്രീ പത്മനാഭസ്വാമി. ശ്രീ പത്മനാഭസ്വാമിയാണ് തിരുവിതാംകൂറിൻ്റെ പ്രധാന ആരാധനാമൂർത്തി. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണത്തിൽ അതിൻ്റെ ചടങ്ങുണ്ട്. അതിനെ പറയുന്നത് എന്താണ്? ഹിരണ്യഗർഭം എന്നാണ് പറയുന്നത്. അതായത് രാജാക്കന്മാർക്ക് കിരീടം പകർന്നു നൽകുന്ന, അല്ലെങ്കിൽ മാറ്റി നൽകുന്ന, അല്ലെങ്കിൽ കിരീടം വയ്ക്കുന്ന ആ ചടങ്ങിനെയാണ് തിരുവിതാംകൂറിൽ എന്തറിയപ്പെടുന്നത്? ഹിരണ്യഗർഭം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി പറയാനുള്ളത് എന്താണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ പറയുന്ന പേര് മതിലകം രേഖകൾ എന്നാണ്. എന്താണ്? മതിലകം രേഖകൾ. അത് രേഖയാണല്ലേ. താളിയോല ഗ്രന്ഥങ്ങളിൽ നമുക്ക് പല പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നതാണ്. അപ്പോൾ മതിലകം രേഖകൾ എന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പേരെന്നല്ല, അതിന് പറയുന്ന പേര്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. ശംഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. എന്താണ്? ശംഖ്. വേണാട് തിരുവിതാംകൂറായി രൂപം കൊണ്ടത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ്. ആരുടെ കാലത്താണ് തിരുവിതാംകൂർ എന്ന പേരിലോട്ടത് വന്നത്? വേണാട് തിരുവിതാംകൂറിലോട്ട് വന്നത് ആരുടെ കാലത്താണ്? മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയൊരു പേരുണ്ട്. അപ്പോൾ പല സ്വരൂപങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര്. ഓപ്ഷൻ നോക്കുക. അതിൽ തൃപ്പാപ്പൂർ ഉണ്ടെങ്കിൽ അതാണ് ആൻസർ.